അങ്ങനെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറും വിമൻ സിവിൽ പോലീസ് ഓഫീസറിനെയും പരീക്ഷാ മാമാങ്കം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എത്ര മാർക്ക് മുതലുള്ളവർക്ക് WCPO അല്ലെങ്കിൽ CPO പരീക്ഷകൾക്ക് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി മുന്നിൽ കുറച്ച് സമയം കാണത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴേ ഫിസിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് വിളിക്കാൻ നേരത്തെ നമുക്കത് പാസ്സാവാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ മാർക്ക് റേഞ്ച് എത്രയെന്നുള്ള കാര്യം അറിയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും അവസാനം കഴിഞ്ഞ CPO പരീക്ഷയുടെ കാര്യം തൊട്ട് തന്നെ കിടക്കാം. അപ്പോൾ ഇത് നമ്മുടെ മനോരമ പത്രത്തിൽ, മലയാള മനോരമ പത്രത്തിൽ നമ്മുടെ മൻസൂർ അലി സാർ കൊടുത്തിട്ടുണ്ടായിരുന്ന എക്സാം അനലൈസിസിന്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മുടെ മൻസൂർ അലി സാർ പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ CPOയുടെ സെക്കൻഡ് ഫേസ് പരീക്ഷയിൽ കട്ട് ഓഫ് വരാനുള്ള സാധ്യതാ മാർക്ക് എന്ന് പറയുന്നത് 30-40 മാർക്ക് എന്നാണ് മൻസൂർ അലി സാറിന്റെ അഭിപ്രായം കേട്ടോ. എന്നാൽ ഇതേ കാര്യം തന്നെ നമ്മുടെ തൊഴിൽ വാർത്തയിലേക്ക് വന്നപ്പോഴേ, തൊഴിൽ വാർത്ത, തൊഴിൽ പോലുള്ള പത്രമാധ്യമങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 42 മാർക്ക് മുതൽ 48 മാർക്ക് വരെ എന്ത് ചെയ്യാം, കട്ട് ഓഫ് വരാമെന്നാണ് അവരുടെ പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പരീക്ഷയുമായി ബന്ധമില്ലാതെ അല്ലെങ്കിൽ PSCയുമായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ മൻസൂർ അലി സാറിന്റെ പോലുള്ള വാക്കുകൾ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും 30 മാർക്കിന് കൂടുതലുള്ളവർ എന്ന് പറയുമ്പോൾ 30+ മാർക്ക് ഉള്ളവർ എന്തായാലും എന്ത് ചെയ്യുക, സെക്കൻഡ് ഫേസിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷയുടെ ഫിസിക്കൽ എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്തായാലും നമ്മുടെ സാറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മൻസൂർ അലി സാർ പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. +2 ലെവൽ യോഗ്യത വേണ്ട PSC പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞ ദിവസം പൂർത്തിയാവുകയുണ്ടായി. ഉയർന്ന നിലവാരം ഉണ്ടായിരുന്നു പരീക്ഷയിൽ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എത്ര ആയിരിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ. ചോദ്യപേപ്പർ വിലയിരുത്തിയാൽ നിങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് സാർ പറയുന്നത്, നല്ല രീതിയിൽ പഠിച്ചവർക്ക് 50 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്, നല്ല രീതിയിൽ പഠിച്ചവർക്ക് 50 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാനാകുന്ന ഒരു പരീക്ഷയായിരുന്നു. അതുപോലെ തന്നെ ഇതിലേറെ ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് പ്രയാസമായിരുന്ന ഒരു പരീക്ഷയായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 30-40 മാർക്ക് ആ ഒരു പരിധിയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം ഫിസിക്കൽ പരീക്ഷ കൂടി ഉള്ളതുകൊണ്ട് മാർക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഉയരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് സാർ പറയുന്നത്. അതുപോലെ തന്നെ PSC പരീക്ഷയിലെ പതിവ് വിഭാഗങ്ങളായിട്ടുള്ള പൊതുവിജ്ഞാനം, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നിവയ്ക്ക് പുറമെ 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് കൂടി എന്തുണ്ടായിരുന്നു, ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ ചുമതലകൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വിവിധ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആകെയുള്ള 20 മാർക്കിൽ 10 മാർക്കെങ്കിലും ഈ മേഖലയിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ മികച്ച പ്രകടനമായി നമുക്ക് പരിഗണിക്കാം. ഇനിയുള്ള മെയിൻസ് പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് അതാതു തസ്തികയിലെ ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് എത്രത്തോളം കാര്യമായി പഠിക്കണം എന്നുള്ള സൂചന കൂടിയാണ് ഇപ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്ന LCPO. അതിപ്പോൾ നമ്മുടെ SIയുടെ ഒക്കെ മെയിൻസ് പരീക്ഷ, SI യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള മെയിൻസ് പരീക്ഷകൾ വരെയാണ്. ആ ഒരു അതിൻ്റെയൊക്കെ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം 43 മാർക്ക് അല്ലെങ്കിൽ 47 മാർക്കാണെന്നോ, 47 മാർക്കിന് SIക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 13-15 മാർക്കോളം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എന്തുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നു അതായിരിക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന മാർക്ക് എന്ന് തന്നെയാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് നേടുന്ന 10 മാർക്കിന് പുറമെ ഇംഗ്ലീഷിന് 5 മാർക്ക്, അതുപോലെ തന്നെ മലയാളത്തിന് 5 മാർക്ക്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ ഒരു 6 മാർക്ക്, അതുപോലെ പൊതുവിജ്ഞാനം GKയിൽ നിന്നൊരു 24 മാർക്ക്, അങ്ങനെ ആകെ 50 മാർക്ക് ഉദ്യോഗാർത്ഥിക്ക് ശരാശരി നേടാനായിട്ട് കഴിഞ്ഞേക്കും. 100 മാർക്കിന്റെ ചോദ്യപേപ്പറിൽ 46 ചോദ്യങ്ങൾക്ക് കട്ടിയായിരുന്നു. എന്നാലും 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വലിയ പ്രശ്നമുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ഫേസിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 30-40 മാർക്ക് റേഞ്ചിലായിരിക്കുമെന്നാണ് സാറിന്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാറിന്റെ വാക്കുകൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. എത്രത്തോളം ഈ സാർ പറയുന്നത് നമ്മുടെ 30-40 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് എത്രത്തോളം നമുക്കത് കൺവീനിയന്റ് ആവും എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് അറിയണമല്ലോ എത്രത്തോളം അത് ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാര്യമായി പരീക്ഷിക്കാതെ CPO 3ാം ഘട്ടം എന്നാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിനകത്ത് പറയുന്നത്. അവരുടെ കട്ട് ഓഫ് 42-48 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സർവേ അനുസരിച്ചിട്ട് CPOയുടെ കഴിഞ്ഞ മാർക്കിന്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഫേസിലെ CPO സെക്കൻഡ് ഫേസിലെ പരീക്ഷ അനുസരിച്ചിട്ട് ഇത് നടത്തിയിട്ടുണ്ടായിരുന്ന സർവേ ആണ്. ഈ സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്നവയിൽ കണ്ടല്ലോ. ഇതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും 20-30 മാർക്ക് റേഞ്ചിനകത്ത് 10% ആൾക്കാരാണ്, 30-40 മാർക്ക് റേഞ്ചിനകത്ത് 14% ആൾക്കാർ, 40-50 മാർക്ക് റേഞ്ചിനകത്ത് ഏകദേശം എത്രയുണ്ട്, 17%
15% ആൾക്കാരുണ്ട്. 50-60 മാർക്ക് റേഞ്ചിനകത്ത് ഒരു 16% ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും 30-40 ആ ഒരു മാർക്ക് റേഞ്ച് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇത്രയും ഏകദേശം ഒരേ റേഞ്ച് ആണ് അല്ലേ. 14, 16, 17, 16 ആ ഒരു മാർക്ക് റേഞ്ച് ആണ് നമ്മുടെ CPOയ്ക്ക് ഉള്ളത് കേട്ടോ. CPOയ്ക്ക് ഇതാണ് നമ്മുടെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ മൻസൂർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന 30-40 ആ ഒരു കാര്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 30 മാർക്കിൽ കൂടുതലൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുക. കാര്യം ഫിസിക്കൽ ടെസ്റ്റ് ശരിയാക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ദോഷമൊന്നും വരുന്നില്ല. കാര്യം നമ്മുടെ ശരീരം ഫിറ്റ് ആവും. അതുപോലെ തന്നെ എന്താണ്, നമുക്കിനി വരുന്ന ബാക്കിയുള്ള പരീക്ഷകളിലും ഫിസിക്കൽ ടെസ്റ്റുള്ള പരീക്ഷകളിലൊക്കെ നമുക്കത് യൂസ്ഫുള്ളും ആണ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റെഡിയാക്കി തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ അവസാന നിമിഷം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ CPO സെക്കൻഡ് ഫേസിലെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ട CPO ഫസ്റ്റ് ഫേസിലെ മാർക്ക് റേഞ്ച് ആണ്. ഇത് CPOയുടെ ആദ്യഘട്ടത്തിലെ മാർക്ക് റേഞ്ച് ആണ്. ഇത് കണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 30-40 എന്ന് പറയുന്നതാണ് നമ്മുടെ CPO ഫസ്റ്റ് ഫേസിന്റെ മാർക്ക് റേഞ്ച്. അതിനുശേഷം കിട്ടിയിട്ടുള്ളത് 40-50 മാർക്ക് റേഞ്ച് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 30-40, 40-50. ഈ ആദ്യം കാണിച്ച പോളിൽ ഏകദേശം 22,000 ആൾക്കാരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയും 22,000 ആൾക്കാരാണ് ഇതിനകത്ത് വോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫേസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏകദേശം 30,000-ഓളം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും അതിന്റെ മാർക്ക് റേഞ്ച്. 30, 40, 45 അതായിരിക്കും നമ്മുടെ CPO ഫസ്റ്റ് ഫേസിന്റെ മാർക്ക് റേഞ്ച് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫേസ് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ പരീക്ഷ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അത് കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. ഇത് WCPOയിലെ സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ല. നിങ്ങൾക്ക് ഓരോ ബറ്റാലിയൻ അനുസരിച്ചിട്ടുള്ള കട്ട് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫിനും ആ റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവും. എക്സാം സിമ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ കട്ട് ഓഫിന്റെ റേഞ്ച് ഒരു പൊടിക്ക് കൂടിയേക്കാം. ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ കട്ട് ഓഫ് റേഞ്ച് കുറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ അല്ല, ഞാനൊരു നമ്പറും പറയത്തുമില്ല. ഇതെല്ലാം സർവേകളുടെയും അതുപോലെ തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻ അനുസരിച്ചിട്ടുള്ള ഒരു അനലൈസിസ് വീഡിയോ മാത്രമാണ്. അതുപോലെ തന്നെ WCPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് 30-40 ആണ്. പക്ഷേ ഒരു 40-45 മേലിലേക്ക് കട്ട് ഓഫ് പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താണ്, ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് അല്ലേ. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 45+ അല്ലെങ്കിൽ 45-50 ആ ഒരു റേഞ്ചിലേക്ക് 45 അല്ലെങ്കിൽ 40 മേലേക്ക് കട്ട് ഓഫ് പോകാനുള്ള സാധ്യത WCPയുടെ കാര്യത്തിൽ അത് കൂടുതലാണ്. ഇതിന് ഏകദേശം 27,000 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കാം ഇതിന്റെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. 30-40 അല്ലെങ്കിൽ 40-50 ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും WCPയിലൊക്കെ ഉള്ളവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 35-40 മാർക്ക് ആ ഒരു റേഞ്ച് ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. അവസാന നിമിഷത്തിൽ ഫിസിക്കൽ സെറ്റാക്കി എടുക്കാൻ നമ്മളാരും ഉസൈൻ ബോൾട്ടും അതുപോലെ തന്നെ PT ഉഷയൊന്നും അല്ല എന്നുള്ള കാര്യം നല്ല ബോധം ഉണ്ടായിട്ട് വേണം നിങ്ങൾ ഫിസിക്കലിന്റെ കാര്യത്തിൽ മടി കാണിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം നേരത്തെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ CPOയുടെ കേസ്. അപ്പോൾ CPOയുടെ കേസും അതുപോലെ തന്നെ WCPയുടെ കേസും വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു, ഇതൊക്കെ സർവേയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതൊരു എന്തല്ല, കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ അല്ല. ഞാൻ ഒരിക്കലും കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യത്തില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ ആ ഒരു സെഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും നിരന്തരമുള്ള ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും വീഡിയോസും നോട്ടിഫിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് കിടക്കാം PSC വാർത്തകളും അപ്ഡേറ്റുകളും. അപ്പോൾ നമ്മുടെ തൊഴിൽ രീതിയിൽ കൊടുത്തിട്ടുള്ള PSCയുടെ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ ഡയറ്റ് ലെക്ചറിന്റെ പരീക്ഷയിൽ ഏകദേശം 1207 പേരുടെ അപേക്ഷ നിരസിച്ചിട്ടുണ്ട് എന്നാണ് കേരള PSCയിലെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ് ലെക്ചറൽ തസ്തികയിലേക്ക് 13 വിഷയങ്ങളിൽ പരീക്ഷ എഴുതുന്നതിൽ ഏകദേശം 4526 പേരാണ്. 5733 അപേക്ഷകരിൽ കൺഫർമേഷൻ നൽകാതിരുന്ന 1207 പേരുടെ വിഷയങ്ങളിലെ അപേക്ഷകളാണ് നിരസിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോഴെന്താ PSCയിൽ ഏകദേശം 4-5 കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം നമ്മളതൊക്കെ മറന്നുപോകും. അവസാനം ഈ ഒരു നിരസിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെയും പേര് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതൊക്കെ വന്നാൽ ലേറ്റ് ആവരുത്. ഒരു ഫോണിലൊരു കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല. ആ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാത്തവരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, PSC എന്ന് പറയുന്ന ഈ ഒരു കടമ്പയിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലരുത് എന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ മിനിമം ഒരു 10 മിനിറ്റ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാത്തവർ ഇതിലേക്ക് വരരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെക്ചർ പരീക്ഷയിൽ ഏകദേശം കൺഫർമേഷൻ കൊടുക്കാതെയാണ് ഏകദേശം 1200 പേര്
നിരസിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈവേ പോലീസിലേക്ക് 795 തസ്തികകളുടെ നടപടി നീളുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കിയാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം രക്ഷപ്പെടും. അപ്പോൾ അർഹതാ ലിസ്റ്റുകളായിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഏകദേശം 37,000 പേരും സബ് ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റിൽ ഏകദേശം 20,400 പേരുമാണ് നമ്മുടെ പരീക്ഷകളിലേക്ക് അർഹത നേടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഓരോ ലിസ്റ്റിലും ഉൾപ്പെട്ടവരും അതിന്റെ കട്ട് ഓഫിന്റെ കാര്യവും നമുക്ക് നോക്കാം. നമ്മുടെ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏകദേശം 37,000 ആൾക്കാരാണ്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 50.59 ആണ്. ഇതിൽ ഓരോ പരീക്ഷയിലും എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാനത് കൊടുത്തേക്കാം കേട്ടോ, ഏറ്റവും 2 സൈഡിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ പരീക്ഷകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിട്ട് വേണം നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അതിൽ ഏകദേശം 20,400 പേരാണ് വന്നിട്ടുള്ളത്. 45.45 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ്. സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ മിനിസ്റ്റീരിയലിലേക്ക് ഏകദേശം 189 പേരാണ്. അതിന്റെ കട്ട് ഓഫ് 3 മാർക്കായിരുന്നു. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക്, ഗ്യാരേജ് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് 1,500 പേരാണ് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് 34.3355 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിലേക്ക് ഏകദേശം 18,000 പേരാണ് വന്നിട്ടുള്ളത്. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 37.91 ആണ്. അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ കോൺസ്റ്റാബുലറി വിഭാഗത്തിലേക്ക് 1,494 പേരുടെ ലിസ്റ്റാണ്. കട്ട് ഓഫ് 35.56 ആണ്. അതുപോലെ തന്നെ ഫീൽഡ് ഓഫീസറിന്റെ ഫോറസ്റ്റ് വിഭാഗത്തിലേക്ക് ഏകദേശം 15,000 പേരുടെ കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, 15,000 പേരാണ്, 15,964 പേരുടെ കട്ട് ഓഫ് ആണ് അതിന്റെ പേരാണ് വന്നിട്ടുള്ളത്. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 38.61 ഇതിന്റെ കട്ട് ഓഫ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ ഏകദേശം 37,066 പേരും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മൊത്തത്തിൽ 20,042 പേരുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ആ ഒരു ഇതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ വിഭാഗത്തിലേക്ക് ഏകദേശം 18,000 പേരും എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരീക്ഷ എന്ത് ചെയ്യുക, ഒന്ന് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മെയിൻസ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് 23-നും അതുപോലെ തന്നെ 26-നുമാണ്. സർവകലാശാല അസിസ്റ്റന്റ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഫീൽഡ് ഓഫീസറിന്റെ ഒക്കെ മെയിൻസ് പരീക്ഷ ഓഗസ്റ്റ് 23-നും 26-നും നടത്തും. സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നത് 23-ാം തീയതിയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മെയിൻസ് പരീക്ഷകൾ ഓഗസ്റ്റ് 26-നാണ് നടത്താനായിട്ട് പോകുന്നത്. സബ് ഇൻസ്പെക്ടറിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ഓഗസ്റ്റ് 9-നും സർവകലാശാല അസിസ്റ്റന്റിന്റെയും ഫീൽഡ് ഓഫീസറിന്റെയും അഡ്മിഷൻ ടിക്കറ്റ് 11 മുതലും ലഭ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പഠിത്തങ്ങൾ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 7 ജില്ലയിലേക്കുള്ള നിയമന ശുപാർശകളായിട്ടുണ്ട്. 299 ശുപാർശകളാണ് പോകുന്നത്. അതുപോലെ തന്നെ ബിവ്കോ LD-യിലെ 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്കുള്ള 3 ചോദ്യങ്ങൾ ഒഴിവാക്കി. 6 ജില്ലകളിലേക്കുള്ള LD ടൈപ്പിസ്റ്റിന്റെ നിയമനം വീണ്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറിയൻ പരീക്ഷയിലെ 14 ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റി LD ക്ലർക്കിന്റെ ലിസ്റ്റിലേക്ക് യോഗ്യതയിലെ അട്ടിമറി എന്നാണ് പരാതി വന്നിട്ടുള്ളത്. ലിസ്റ്റിൽ കൂടുതലും ഉന്നത യോഗ്യതക്കാരും അതുപോലെ തന്നെ തത്തുല്യ യോഗ്യതക്കാരുമാണെന്ന് പരാതി. അപ്പോൾ യോഗ്യതയുടെ കാര്യങ്ങളിലൊക്കെ കേരള PSC ഒരു ചട്ടം വച്ചിട്ടുണ്ട്. ആ ചട്ടത്തിൽ അനുസരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാനും പരീക്ഷ എഴുതാനും ശ്രമിക്കുക. കാര്യം അതിലേക്കൊക്കെ അപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ തന്നെയാണ് അത് മോശമായിട്ട് ബാധിക്കുക. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് 43 പേർ കൂടി നിയമനം പോകുന്നുണ്ട്. JPHN ഗ്രേഡ് 2-ലേക്ക് 7 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ LGS പത്തനംതിട്ട 12,666 അപേക്ഷകൾ നിരസിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ എഴുതാനായിട്ട് 9,774 പേരാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ CPO വനിതകളുടെ വിജ്ഞാപനം അല്ലെങ്കിൽ വനിതാ CPO അടുത്ത വിജ്ഞാപനം എപ്പോഴെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിവിടെ കാണാം. വനിതാ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. പുതിയ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷ നടന്നിട്ടേ ഉള്ളൂ. ഈ വർഷം പുതിയ വിജ്ഞാപനത്തിന് സാധ്യതയില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഇല്ല. അടുത്ത വർഷം അവസാനത്തോടെ വിജ്ഞാപനം വന്നേക്കാം. 2024 ഏപ്രിൽ 22-നാണ് താങ്കൾക്ക് നിശ്ചിത പ്രായപരിധി അവസാനിക്കുന്നതെങ്കിൽ ആ വർഷം ഡിസംബർ 30-നകം വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചാലും അപേക്ഷ നൽകാൻ തടസ്സമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വർഷം 2024 ലാസ്റ്റോടു കൂടി ആയിരിക്കാം നമ്മുടെ അടുത്ത CPO WCPOയുടെ ഒക്കെ പരീക്ഷ ഉണ്ടാവുക. അതും ഒരു നല്ലൊരു വാർത്ത തന്നെയാണ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യവും ഈ ഒരു മാർക്ക് റേഞ്ചിലേക്ക് വരാൻ ഒക്കെ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യത്തേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ആഴ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വാർത്ത അല്ലെങ്കിൽ അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്
താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ നിന്ന് ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ശേഷം നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.